വണ്ടി ഓടിക്കുന്നത്? ബ്രേക്ക് ചവിട്ടിട്ട് കിട്ടിയില്ല. ബ്രേക്ക് അടിച്ച് കാരണം ഞാൻ പോയിക്കും. ഹലോ, ഇതിനും വേണ്ടി ചൂടാവാൻ ഇവിടെ എന്താ ഉണ്ടായേ? കൊച്ചു ചത്തൊന്നുമില്ലല്ലോ. ദേ വാക്കുകൾ പറയുമ്പോ സൂക്ഷിക്കണം. എന്റെ മോളുടെ നേരെ വിരലി ഉണ്ടാറായോ? ചൂണ്ടല്ല, വായിലെ നാക്ക് ചൊവ്വല്ലെങ്കിൽ ചിലപ്പോ തല്ലിന്നിരിക്കും. കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കണതാ. എന്റെ മോളുടെ മേത്ത് ഒരു തരി മണ്ണ് ആരെങ്കിലും നുള്ളിയിട്ടാലുണ്ടല്ലോ ആ കയ്യാൻ വിട്ടും. വലിയ പെർഫോമൻസ് ഒന്നും കാണിക്കണ്ട. പെങ്ങൾ ചത്തിട്ട് മാസം കുറെ ആയില്ലേ, പിന്നെ ഇതിനെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ വലിഞ്ഞേറി നടക്കണേ? പൊയ്ക്കൂടെ? അങ്ങനെ ചോദിക്കണ്ട മോളെ. കൊച്ചിനെ വിട്ടേച്ചു പോയാ സ്വത്തടിച്ചെടുക്കാൻ പറ്റുമോ? മുത്തു, കുഞ്ഞിനെ ഇങ്ങതാ. വേണ്ട വേണ്ട. നന്നായി മോളെ, നന്നായി. നീയാണ് എന്റെ പേരക്കുട്ടി. അമ്മയ്ക്കൊന്നും മിണ്ടാതിരിക്കാവോ? നിനക്കെന്തൊരു പേ ഇളകിയോ? ആ, ഇളകി. മോള് നിന്നേ, ചോദിക്കട്ടെ. എടാ, എലിച്ചോണ്ട് പോകാതെ പെട്ടിയിലെടുത്തോണ്ട് അകത്ത് വെക്കടാ. യാത്രയൊക്കെ സുഖമായിരുന്നു മോളെ. ട്രെയിനിൽ ഇവിടം വരെ എത്താനേ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ എത്തിയപ്പോ സ്വീകരിക്കാൻ നമ്മുടെ ടാറ്റ സ്ട്രീറ്റല്ലേ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സ്റ്റേഷനിൽ ഇവിടം വരെ എത്തിയതറിഞ്ഞില്ല. പിന്നെ പറ്റിയ ഒന്നാന്തരം ഡ്രൈവറും പരമാനന്ദ സുഖമായിരുന്നു. മതിയടി, പെമ്പിള്ളേർക്ക് ഇത്ര അഹങ്കാരം പാടില്ല. നീ കിടന്ന് ചാടി കടിക്കണ്ട. എന്റെ മോക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടാവും. അവള് നിന്നെ പോലെ വെറും പട്ടിക്കാടല്ല. സീതമ്മയെ വഴക്ക് പറയില്ല അമ്മായി. ആരടാ നിന്റെ അമ്മായി? ആ പെട്ടി ഇവിടെ വെച്ചിട്ട് മുറ്റത്ത് പോയി വണ്ടി മാറ്റിയിടാ. സീതമ്മേ, എവിടെങ്കിലും ചുറ്റാൻ പോണെങ്കിൽ കുഞ്ഞമ്പ് റെഡിയാണ്ടാ. ആശാനെ, ഞങ്ങളുടെ കാര്യം ഇനി അധികം വെച്ച് താമസിപ്പിക്കണ്ട. സീതമ്മയുടെ ചാടിക്കടിക്കലൊക്കെ ഞാൻ മാറ്റിക്കോളാം. തൽക്കാലം നീ എന്ന് വണ്ടി മാറ്റിയിട്. എന്നാ ഉള്ളി, എന്തിനാ കരയുന്നേ? എന്നെ കാപ്പാത്തുക. உனக்கு என்னாச்சு? நான் முழுகாம இருக்கேன். நான் அன்னைக்கே உங்ககிட்ட சொன்னேன் இல்ல? இப்ப அழுது என்ன பிரயோஜனம்? போய் அவர்கிட்ட சொல்லு. என்ன காப்பாத்துங்க. எனக்கு பயமா இருக்கு. என்ன கை விட்டுடாதீங்க. நீங்க எனக்கு கடவுள் மாதிரி. எப்படியாவது என்ன காப்பாத்துங்க. எங்க அப்பாவுக்கு இந்த விஷயம் தெரிஞ்சா. சரி, எழுந்திரி. நீ கர்ப்பமா இருக்கிற விஷயம் வெளியே யார்கிட்டையும் சொல்லிடாத. வெளியே தெரிஞ்சா இந்த குடும்பத்தோட மானம் போயிடுமா. அழாதே. போ, போய் வேலை பாரு. நான் ஏதாவது ஒரு வழி இருக்கான்னு பாக்குறேன். போ போமா. നീ ചെന്ന് പറഞ്ഞാൽ അവൻ എന്നെ അങ്ങ് വിഴുങ്ങൂന്ന് വിചാരിച്ചോടി പുല്ലേ. இல்லன்னா நீங்களே எனக்கு ஒரு வழி சொல்லுங்க. അപ്പടി വഴിക്ക് വാ. രക്ഷപ്പെടാനുള്ള വഴി ഞാൻ ചൊല്ലിത്തറേ. കേപ്പിയാ? ഉൻ ഗർഭத்துக்கு ഉത്തരവാദി മുത്തുകൃഷ്ണനാണെന്ന് ചൊല്ലണം. மாட்டேன். முத்தேஜ்மா எனக்கு கடவுள் மாதிரி. நான் சொல்ல மாட்டேன். சொல்ல மாட்டே? மாட்டேன். அப்படின்னா நீ யாரோடும் இனி ஒண்ணுமே சொல்ல மாட்டே. மகளே பள்ளி, நீ இருக்கம்மா, தூக்கில தொங்கிட்ட. வள்ளி 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 தனியா சாகல. இது வெறும் சாவல்ல, கொலை. എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ഭ്രാന്തല്ല ആശാനെ, വള്ളിയെ കൊന്നതാണ്. യാരെന്ത് കൊലകാരപ്പാവി? முத்துகிருஷ்ணன். நம்ம முத்துகிருஷ்ணா? ஆமா, நம்ம முத்துகிருஷ்ணன் தான் வள்ளியை கொலை செஞ்சது. முத்துகிருஷ்ணனுக்கும் வள்ளிக்கும் கள்ளத்தோட எனக்கு தெரியும். நாங்க என்ன செய்யறது? கொலை செஞ்சது உங்க குடும்பத்தை சேர்ந்தவங்க சொல்றாங்களே. யாரோட குடும்பத்தை சேர்ந்தவரா இருந்தா என்னடா? புடிச்சு கட்டி நாட்டுக்கூட்டத்தை கொண்டு வா. நாட்டுக்கூட்ட விசாரணை செய்யட்டும். இல்ல, இது சதிയാണ്. അല്ല, സത്യമാണ്. അമ്മായി, വേണ്ട, നീ എന്നെ അങ്ങനെ വിളിക്കണ്ട. ഗർഭിണിയായ അവള് രക്ഷിക്കണമെന്ന് പറഞ്ഞവന്റെ കാല് പിടിക്കുന്നത് ഞാൻ കണ്ടതാണ്. ചന്തൂട്ടി, നീ ഇത് വിശ്വസിക്കരുത്. ഞാൻ വിശ്വസിക്കടാ. ചന്തൂട്ടി, ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ ആരെയും നശിപ്പിച്ചിട്ടില്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല. മതിയുടെ നിന്റെ അഭിനയൊക്കെ.
ഇത്രയും ദുഷ്ടത്തരം ചെയ്ത് ഒരുത്തരെ വിട്ടയക്കാൻ പാടില്ല. പട്ടണത്തിലിருந்து പോലീസ് കൂപ്പിടാങ്ക. വേണ്ട വേണ്ട, പോലീസിനെ വിളിക്കുന്നത് നാട്ടുകൂട്ടത്തിന് അപമാനമാണ്. നാട്ടാചാര പ്രകാരം ഇവന്റെ തല പൊട്ടയടിച്ച് വണ്ടിയിൽ കെട്ടിയടിച്ച് വടക്കുംപെട്ടി കടത്തി വിടുന്നതാണ് നല്ലത്. ஆமா அதான் சரி, நீ சொல்லுங்க. ஆமா, நாட்டுக்கூட்டம் பார்கவன் சொன்னதை ஒப்புக்கொள்றோம். இனிமே தீர்ப்பு நடக்கட்டும். നിങ്ങൾ തരുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏറ്റോളാം. പക്ഷെ എന്റെ കുഞ്ഞിനെ എനിക്ക് വിട്ടു തരണം. അത്രയും കരുണയെങ്കിലും നിങ്ങൾ എന്നോട് കാട്ടണം. നിന്നോട് കരുണയോ? എന്താണ് നോക്കിയിരിക്കുന്നത്? അവന്റെ കൊമ്പ് രണ്ടും വെട്ടി തല പഠിച്ചിറക്കട. ആശാനെ, വടക്കുംപെട്ടി തേവരെ പിടിച്ച് ആണയിട്ട് കള്ളസാക്ഷി പറഞ്ഞതിന് വല്ല കുഴപ്പമുണ്ടാവും? വടക്കുംപെട്ടി തേവര് നമ്മളെ അങ്ങ് ഒലത്തും. ഓടാ അവിടുന്ന്. സീതമ്മയുടെ കാര്യം അത് നിനക്ക് തന്നെ. തള്ളി വിടറാ വണ്ടി. എന്താ ആലോചിക്കണേ? ഒന്നുമില്ല. ഇന്ന് ഭോഗി നാളാണ്. പഴയതെല്ലാം തീയിലിരിക്കണം. കഴിഞ്ഞതൊക്കെ മറക്കണം. ഇല്ല, മറക്കില്ല. തീയിലരിച്ചാലും എരിയാത്ത പലതുമുണ്ട്. അതൊക്കെ മറന്ന ദൈവം പൊറുക്കില്ല. എന്തൊക്കെ ഈ പറയണേ? നീ ചെല്ല. കണ്ടോ? കണ്ടു. അച്ഛനും മോളും കൂടെ ബൈക്കിൽ സവാരി പോണ കണ്ടു. നേരാ? ആ, പിന്നെ ചന്തുട്ടിയണ്ണൻ ആള് കുറെ മാറിയിട്ടുണ്ട്. കുടി നിർത്തിന്നാ എന്നോട് പറഞ്ഞത്. ആ, പിന്നെ വേറൊരു വിശേഷം കൂടി കേട്ടു. ചന്തുട്ടിയണ്ണനെ കൊണ്ട് സീതമ്മയെ കെട്ടിക്കാൻ ഒരാലോചനയുണ്ട് അത്രേ. ചന്തൂട്ടി അതിനെ സമ്മതിച്ചോ? സമ്മതിച്ചോന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ മോളെ ഇങ്ങ് കൊണ്ടുപോരും. സീതമ്മയുടെ കൈകൊണ്ട് കൊത്തുകൊള്ളാനൊന്നും ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. നിന്നെ ഞാൻ എന്താ ഈ കാണിക്കണേ? അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ നിർബന്ധിക്കണേ? മിണ്ടിപ്പോരുത്. നാക്കേ ചവിട്ടി പറിച്ചോളയും. പോട്ടെ പോട്ടെ എന്ന് കരുതി കണ്ണടച്ചപ്പോ കണ്ണു കുത്തുപെട്ടിക്കാൻ പോണോ? നിന്റെ ഈ പത്രാസും കോപ്പും ഒക്കെ ചന്തൂട്ടിയുടെ പണ അറിയോ നിനക്കത്? അയാളുടെ പണം കൊണ്ട് എന്നെ പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞോ? നീ ഒന്ന് നാവടക്കടി. അങ്ങനെ നാവടക്കി നടക്കാൻ ഞാൻ വണ്ടിക്കാളൊന്നുമല്ല. ഇതെന്റെ ലൈഫിന്റെ പ്രശ്നമാണ്. ആരെ കല്യാണം കഴിക്കണമെന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്. ആരാ തീരുമാനിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഉത്സവം കഴിഞ്ഞാൽ ചന്തൂട്ടി നിന്റെ കഴുത്തെ താലി കെട്ടും. അതിന് സമ്മതിച്ചില്ലെങ്കിൽ അപ്പന്റെ തനി സ്വരൂപന്റെ മോള് കാണും. അക്രമൊന്നും കാണിക്കല്ലേ മോനെ, നിനക്കൊന്നേ ഉള്ളൂ. അങ്ങനെ മാറി നിൽക്കല്ലേ? അയ്യോ, നിന്റെ തലയിൽ എടുത്തേ വീഴോടാ കാലമാടാ. ആശാനെ, സീതമ്മേനെ ചന്തുട്ടി മേലാണ് കെട്ടിച്ചു കൊടുക്കാൻ പോയാണോ? എന്താ മഴയും വെയിലും മാറി എനിക്ക് കെട്ടിച്ചില്ലാന്ന് പറഞ്ഞിട്ട്? മഴയും വെയിലും എന്നാടാ മാറണേ കഴുതേ?
അല്ലെങ്കിൽ തന്നെ എന്റെ മോളെ കെട്ടാൻ നിനക്ക് എന്താടാ യോഗ്യത? അപ്പൊ ഇത്രയും നാൾ ആശാൻ പറഞ്ഞതോ? ഞാൻ അങ്ങനെ പല തമാശയും പറഞ്ഞതിരിക്കും. ഇതൊക്കെ കേട്ട് നീ വിശ്വസിക്കുന്ന എന്തിനാ? ഇങ്ങനെ ചങ്കിക്കുത്തറ വർത്താനം പറയുന്നത് ആശാന്. ഇത് കണ്ട, ഇത് കയ്യിലല്ല ചങ്കിലാണ് എഴുതിയിരിക്കുന്നത്. ചീതമേനെ മറ്റാർക്കും കൊടുക്കരുത് ആശാന്. ആശാന് മാറടാ. ഇല്ല, ഞാൻ മാറൂല. ചീതമേന എനിക്ക് താൻ സമ്മതിക്കാതെ ഞാൻ മാറൂല. പുല്ലേ പറഞ്ഞ് ആശിപ്പിച്ചിട്ട് ഇപ്പൊ ചവിട്ടി മാറ്റണ. എന്നെ കൊണ്ട് കടങ്ങീരം ചെയ്യിപ്പിക്കരുതാ. കുഞ്ഞമ്പു, അതേടാ കുഞ്ഞമ്പു തന്നെ, ചപ്പാണി കുഞ്ഞമ്പു. നിന്റെ കൊമ്പ് രണ്ടു പിടിച്ച് കുഴലുണ്ടാക്കി ചെണ്ടമേളത്തിന് കൊമ്പ് വിളിച്ചില്ലെങ്കിൽ എന്റെ പേര് കുഞ്ഞമ്പു എന്നല്ലടാ, ചെറ്റ്. ഇല്ലടാ, ഒന്നുകൂടി പറയടാ. ആമാണ്ടാ, டேய் இந்த குഞ്ഞம்பு ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி தான்டா பொறுக்கினாய். வரேன்டா. ചന്ദ്രന്റെ മേലെ കൂട്ടത്തൊന്നുകൂടി ചങ്കിന് പിച്ചാത്തി കയറ്റിയായിരുന്നല്ലേ? ചന്തൂട്ടി, എന്റെ താലി ഇറക്കല്ലേടാ. രഥോത്സവം കഴിയട്ടാ. നിന്നെ നാട്ടുകൂട്ടം കൂട്ടി തുണ്ടം തുണ്ടമായി വെട്ടിക്കും ഞാൻ. രഥോത്സവം കഴിയട്ടാ. നിന്നെ നാട്ടുകൂട്ടം കൂട്ടി തുണ്ടം തുണ്ടമായി വെട്ടിക്കും ഞാൻ. രഥോത്സവം കഴിഞ്ഞാൽ പിന്നെ അവൻ ഉണ്ടാകരുത്. രഥം വരുന്ന വഴിയിലെ ഒരു കുഞ്ഞു പോലും അറിയാതെ വേണം വെടികൊണ്ട് കുഴിച്ചിടാൻ. എങ്ക പോടലാം ചൊല്ലേ. മാടന്തര പക്കത്തിലെ പോടലാം ഗജമാ. അത് കൊള്ളാം. അവിടെ ആകുമ്പോ രഥം വന്നെത്തുന്നത് വരെ ഒട്ടും തിരക്കുണ്ടാവില്ല. എവിടെയാ ഈ മാടന്തറ? പെരുമാൾ കോവിലിനടുത്ത് കുതിരകളുടെ പ്രതിമയിരിക്കുന്ന ഒരു സ്ഥലം കണ്ടിട്ടുണ്ടോ? ഓ, അതാണോ? കുഴപ്പമില്ല. അതുവഴിയാണ് രഥം തിരിഞ്ഞു വരണത്. മാടന്തറയ്ക്ക് മുൻപിൽ അവൻ എത്തുമ്പോ പൊട്ടിച്ചിതറണം. തുണ്ടു തുണ്ടായി അവൻ തെരുവിൽ തെറിക്കണം. ശരിങ്ക. വെളിയെ ആർക്കും இந்த വിഷയം தெரியக்கூடாது. വിടണവനെ. അമ്പലത്തിൽ അവൻ ചെന്നാൽ ചന്തൂട്ടി വിവരം അറിയും. നമ്മുടെ സകല പരിപാടിയും പൊളിയും. അവനെ കിട്ടിയില്ല ചായ. അവൻ എങ്ങോട്ടാണ് ഓടിയത്? തെക്കോട്ടാ പോയത്. തെക്കോട്ടോ? എങ്കിലും അവൻ മുത്തുകൃഷ്ണന്റെ അടുത്തേക്ക് പോയതായിരിക്കും. മുത്തു വിവരം അറിഞ്ഞാൽ? മുത്തു വന്നാൽ തടയുന്ന കാര്യം ഞാൻ ഏറ്റു. താൻ ഇയാളെ കൊണ്ട് മാടന്തറയിലേക്ക് വെക്കോ. വാടോ.
അതാരാ പറഞ്ഞുണ്ടോ? മോളുടെ അച്ഛൻ. ആ ഒരു ഉമ്മ തരാം. പിന്നെ നീ ഉയരോടുണ്ടാവില്ല. ശരിങ്ക എന്തിനാ
ചമ്പൂട്ടി
വിവരം എന്തേ അറിയിക്കാഞ്ഞേ? 2 വർഷം ഇളവ് കിട്ടി. പെട്ടെന്ന് അറിഞ്ഞത്. മോളെ, അണ്ണാ മോളെ, ദേ മാമൻ.